ഹായ് ഗായ്സ്, ഡെയിലി യൂട്യൂബ് ടോപ്പ് 10 റിവ്യൂവിലേക്കാണ്. സിനിമ റിവ്യൂവുമായി വരുന്ന ഒരു ഡെയിലി വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. സൂക്ഷ്മദർശിനി എന്ന സിനിമ ഞാൻ കണ്ടു. OTT-യിലായിരുന്നു അത് കാണാൻ സാധിച്ചത്. വേർ ടു വാച്ച് നസ്രിയ നസീം. നസ്രിയ ഉള്ള ഒരു സിനിമയാണ്. നസ്രിയ നസീം, ബേസിൽ ജോസഫും മിസ്റ്ററി ത്രില്ലറായ ഈ ഒരു സിനിമ ഇപ്പോൾ OTT-യിൽ ഇപ്പോൾ സുലഭമാണ്. ഈ ഒരു സിനിമ നമ്മുടെയൊക്കെ മുന്നിൽ വലിയ ഒരു സിനിമയായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. നസ്രിയ നസീമിന്റെയും ബേസിൽ ജോസഫിന്റെയും മലയാള മിസ്റ്ററി ത്രില്ലർ ഈ സിനിമ അടുത്തിടെ പുറത്തിറങ്ങിയ മലയാള മിസ്റ്ററി ത്രില്ലർ ഇപ്പോൾ OTT-യിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്. ഡിജിറ്റൽ പ്രീമിയർ മുന്നോടിയായി ഡാർക്ക് കോമഡിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതെല്ലാം ഇവിടെയുണ്ട്. സൂക്ഷ്മദർശിനി എന്ന നസ്രിയ നസീമിന്റെയും ബേസിൽ ജോസഫിന്റെയും ഏറ്റവും പുതിയ വാണിജ്യ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിജയമാണ്. ഒടുവിൽ OTT ഭവനത്തിൽ നോക്കുന്ന ഈ മലയാള മിസ്റ്ററി ത്രില്ലർ നവംബർ 22-ന് തിയേറ്ററിൽ റിലീസ് ചെയ്തു. നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ നല്ല അവലോകനം നേടി. ഫിലിം ബീറ്റ് റിപ്പോർട്ട് അനുസരിച്ച് സൂക്ഷ്മദർശിനി ഇന്ത്യൻ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുകയാണ് ഇപ്പോൾ. അതിന്റെ ഓവർസീസ് സ്ട്രീമിംഗ് വലുത് സിംലിംഗ് സൗത്തിനൊപ്പം പോകുന്നു. സൂക്ഷ്മദർശിനി എന്ന പ്ലോട്ട് സൗഹൃദാർഹമായ അയൽപക്കത്തുള്ള പഴയ വീട്ടിലേക്ക് മടങ്ങുന്ന മാനുവലും അവന്റെ അമ്മയും ചുറ്റിപ്പറ്റിയാണ് സിനിമ. അവർ ഒരുമിച്ച് ഒരു ബേക്കറി നടത്തുന്നു. എന്നാൽ താമസമാക്കിയ ഉടനെ മാനുവലിന്റെ അമ്മയും പെട്ടെന്ന് കാണാതാവുന്നു. ഇത് അവരുടെ അയൽവാസിയായ പ്രിയയെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയ എന്ന് പറഞ്ഞാൽ നസ്രിയ അഭിനയിക്കുന്ന ക്യാരക്ടർ. സംഭവിച്ചതാണ് മനസ്സിലാക്കാൻ ജിജ്ഞാസയും ഉത്കണ്ഠയും നിറഞ്ഞ പ്രിയ തന്റെ സുഹൃത്തുക്കളുമായി ഒത്തുചേരുന്നു. അതേസമയം ന്യൂസിലാൻഡിൽ താമസിക്കുന്ന മനുവിന്റെയും സഹോദരി അവരുടെ അമ്മയുടെയും തിരോധാനത്തിൽ അശോകലവുമായി മടങ്ങിവരുന്ന പ്രിയയും അവളുടെ സുഹൃത്തുക്കളും അന്വേഷിക്കുമ്പോൾ അസ്വസ്ഥജനകമായ ഒരു രഹസ്യം അവർ വെളിപ്പെടുത്തുന്നു. മാനുവലിന്റെയും കുടുംബം മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലായിരുന്നതിനാൽ മാനുവലിന്റെ സഹോദരിയെ ബഹുമാനത്തിന്റെ പേരിൽ കൊലപ്പെടുത്തി. അടുത്തതായി സംഭവിക്കുന്നത് ഇതിനകം തന്നെ തിയേറ്ററുകളിൽ ആളുകളുടെ ഹൃദയം കീഴടക്കുകയും OTT-യിൽ കൂടുതൽ വിജയങ്ങൾ നേടുകയും ചെയ്തു. വളരെ ഗംഭീര അഭിപ്രായമാണ് നമുക്കും ഈ ഒരു സിനിമയെ കുറിച്ച്. സൂക്ഷ്മദർശിനി അഭിനേതാ സംഘവും നസ്രിയ, ബേസിൽ എന്നിവരെ കൂടാതെ അഖിൽ ഭാർഗവൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പറമ്പോൾ, കോട്ടയം രമേശ്, മനോഹരി, ജോയ് അഭിരാം, രാധാകൃഷ്ണൻ, ഹിസ മാക്, ജനാനി റാം, സരസ്വതി മേനോൻ എന്നിവരും ഈ ബ്ലാക്ക് കോമഡി നാടകത്തിൽ അഭിനയിക്കുന്നു. MC ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ലിവിൻ ഡിവിയും അതുൽ രാമചന്ദ്രൻ ചേർന്നാണ്. ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ് MVA പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ MV അനൂപ്, ഷെയ്ജു, ഖാലിദ്, സമീർ താഹിർ എന്നിവർ ചേർന്നാണ് സൂക്ഷ്മദർശിനി നിർമ്മിക്കുന്നത്. ശരൺ വേലായുധൻ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു. ക്രിസ്റ്റോഫർ സംഗീതനും, മുരി വരിക്കാട്, വിനായക്, ശശികുമാർ, എഡിറ്റർ ചമൻ ചാക്കോയും ഹംഷീർ മുഹമ്മദിനൊപ്പം ക്രിയേറ്റീവ് ഡയറക്ടർ നൽകിക്കൊണ്ട് വിഷ്ണു ഗോവിന്ദൻ ശബ്ദ രൂപകൽപ്പന ചെയ്തിരുന്നു. OTT ലോകത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളും ബോളിവുഡിൽ നിന്നുള്ള സെലിബ്രിറ്റി ഇന്റിമേറ്റ് എന്റർടൈൻമെന്റ് ആയി ഇത് തുടരുകയാണ്. അപ്പോൾ ഈ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഒരു സിനിമ വളരെ കളർഫുൾ ആണ്. വളരെ ഗ്രേഡഡ് കാര്യങ്ങൾ കൂടുതലുള്ള ഒരു സിനിമയാണ്. ഒരു കോമഡിയാണ്. ചുരുക്ക വിവരണമാണ് ഈ ഒരു
ലിബിൻ ഡിബി അതുൽ രാമചന്ദ്രൻ ചേർന്ന് MC ജിതിൻ സംവിധാനം ചെയ്ത 2024 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ബ്ലാക്ക് കോമഡി മിസ്റ്ററി ത്രില്ലറാണ്. സൂക്ഷ്മദർശിനി ഹാപ്പി ആവേഴ്സ് എന്റർടൈൻമെന്റ് സൂം എവിഎ പ്രൊഡക്ഷൻ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന് നസ്രിയ നസീം, ബേസിൽ ജോസഫ് എന്നിവർ അഭിനയിക്കുന്നു. അപ്പോൾ കാര്യപ്പെട്ട പേർ ഈ ഒരു സിനിമയിൽ പങ്കത്തും ഉണ്ട്. അവരൊക്കെ ഈ സിനിമയിൽ പങ്കാളികളാണ്. അവരും കൂടെ ഇവിടെ ഈ ഒരു സിനിമയിൽ ക്യാരക്ടർ റോൾ ഗംഭീരമായി ഇവരൊക്കെ ഈ റോൾ ചെയ്തു പോവുകയാണ്. ഇവരുണ്ടാകാത്ത ഈ ഒരു സിനിമ, ഇവരുടെ സിറ്റുവേഷൻ, ഇവരുടെ ഇതും ഒക്കെ ഈ ഒരു സിനിമ ഒരു ഹൈലൈറ്റ് ആണ്. നസ്രിയ നസീം നസ്രിയയുടെ ഒരു തിരിച്ചുവരവാണ് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഇതിന്റെ പ്ലോട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും നമ്മുടെയൊക്കെ ഏരിയകളിൽ നമുക്ക് ഒരു രാത്രി കാലങ്ങളിൽ സംഭവിക്കുന്ന ചില ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട്. അതുപോലെയൊക്കെ ഈ ഒരു സിനിമയെ പ്ലോട്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങളായിട്ടും നമുക്ക് ഇതിലെ തോന്നിയിട്ടുണ്ട്. ഇതൊരു നിലവിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടും നമുക്ക് തോന്നുന്നു. എന്നാലും ഒരു പുതിയതായ ഒരു കഥയാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ട്. രക്തം കൊണ്ട് ഒരു സൈക്കിക് ത്രില്ലറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അതായത് ഒരു സൈക്കോ പോലെ ഒരു ഫാമിലി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. എന്തൊക്കെയോ ഒളിച്ചു വെക്കാവുന്ന, എന്തൊക്കെയോ ഇനിയും ഇഷ്ടം പോലെ അറിയാനുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. ഇതൊരു മിസ്റ്ററി ത്രില്ലറായി ഒരു സിനിമ അങ്ങ് സൂക്ഷ്മദർശിനി എന്ന ടൈറ്റിലൂടെ നമ്മുടെ മുന്നിൽ ഇറങ്ങിയിരിക്കുകയാണ്. 10-ൽ 5 മാർക്കെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റും. കാരണം സിനിമ നമ്മളെ അതാകെ ആകർഷിച്ചു. ഈ സിനിമ ഗംഭീരമാണ്. ഈ സംവിധായകന്റെ നല്ലൊരു മൂവിയാണ്. അപ്പോൾ ആർക്കും മുതൽ മുടക്ക് ഒട്ടും ഈ ഒരു സിനിമക്ക് കൊണ്ട് മോശപ്പെടാത്ത ഒരു ഗ്രേഡ് തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നു. ഈ സിനിമ വളരേണ്ടത് നമ്മുടെ ഇങ്ങനെയുള്ള സിനിമകൾ, നമ്മളെ ത്രസിപ്പിക്കുന്ന സിനിമകൾ മലയാളത്തിൽ സുലഭമാണ്. നസ്രിയുടെ കമ്മിങ് ബാക്ക് ആയതുകൊണ്ട് തന്നെ അതും എഫക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമ വന്നപ്പോൾ അതൊരു ഗ്രേറ്റ്ഫുൾ സിനിമയായി മാറുന്നു. ബൈ ഫോർ എവർ.